ഇന്ന് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല തരംഗമായിട്ട് നല്ല വൈറലായി ഓടിക്കൊണ്ടിരുന്ന ഒരു റോൾ ഉണ്ടാക്കാം കേട്ടോ. ഇഡലിത്തട്ടിലാണ് നമ്മളിതൊക്കെ റെഡിയാക്കുന്നത്. അതൊരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ അതേപോലെ തന്നെ 3-4 വറ്റൽമുളക്. ഞാനിപ്പോൾ ഇവിടെ വറ്റൽമുളക് അടുത്ത് കാശ്മീരി വേണമെങ്കിൽ എടുക്കാം. പിന്നെ അതാ കുറച്ച് ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്നൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതും ചേർത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കുക്കായി വരും കേട്ടോ. അപ്പോഴേക്കും അതൊന്ന് മാറ്റിയെടുത്ത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളതൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ചെറുതാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതാ ന്യൂട്രിപ്രോൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഇഡ്ഡലി തട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള എഗ്ഗും വറ്റൽമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഒരു സ്ലൈസ് ചീസാണ് കേട്ടോ. അതൊന്ന് കൈ കൊണ്ടൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് പാല്, ഇനി കുറച്ച് കൂടി പോയിട്ടോ ഞാൻ പാലൊഴിച്ച്. അത്രയും പാല് വേണ്ട, നല്ല തിക്കായിട്ടാണ് ഇത് വരേണ്ടത്. മയോണൈസാണ് റെഡിയാക്കുന്നത്, ഹെൽത്തി മയോണൈസാണ് കേട്ടോ. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളിതാ ഈ ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഈ ബ്ലെൻഡർ ഞാൻ യൂട്യൂബ് സ്റ്റോർട്സിൽ ടാഗ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചു കൊടുക്കണം. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൈ കൊണ്ട് തന്നെ റെഡി കൊടുക്കുമ്പോൾ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു തക്കാളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരു കളഞ്ഞതിൻ്റെ ശേഷമാണ് ചേർത്തത്. പിന്നെ ഒരു വലിയുള്ളീൻ്റെ പകുതി എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മയോണൈസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടില്ല, നല്ല ലൂസായി പോയിട്ടുണ്ട്. ഇനി പാലൊഴിച്ചത് ഇത്തിരി കൂടി പോയിട്ടാണ്. അതിനോട് കുഴപ്പമൊന്നുമില്ല, എന്നാലും നല്ല തിക്കായിട്ട് വരുന്നതാണ് ഒന്നുകൂടി ഒരു ടേസ്റ്റും കാണാനൊരു ഇതും ഒക്കെ അങ്ങനെ നല്ല തിക്കിൽ വരുമ്പോഴാണ്. വളരെ ആകാംക്ഷയോട് കൂടിയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷേ എനിക്കെന്തോ വലിയൊരു ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞാൻ ഈ റോൾ ചെയ്യുന്നത് നമ്മുടെ കുബൂസിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ലുലു പോയപ്പോൾ കുബൂസ് വാങ്ങിയിട്ടുണ്ട്. ഇനി അത് ഇതാ സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. കുബൂസ് തന്നെ വേണമെന്നില്ല കേട്ടോ, ചപ്പാത്തിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ദാ ഈ ഒരു മിക്സ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു സ്ലൈസ് ചീസും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാൻഡ്വിച്ച് ആക്കി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. റോളാക്കിയാലും സാൻഡ്വിച്ച് ആക്കിയാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ അത് ഡിന്നറിനാണ് കേട്ടോ എടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനൊക്കെ നല്ല സൂപ്പറാണ്. ഇപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ഇത് ഫുള്ളായിട്ട് തന്നെ ഇക്കാക്ക് തന്നെയാണ് തിന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ്. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് അത്ര പിടിച്ചിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.